മകളുടെ ആയുസിന് ഭംഗം സംഭവിക്കുന്നത് ആ അച്ഛന് ഇനിയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പരമമായ ആ സത്യത്തെ അദ്ദേഹത്തെ അറിയിക്കേണ്ട വിധം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഭൗതികമായ നിമിഷങ്ങളിൽ കേവലരായ മനുഷ്യർ എത്രമാത്രം അശക്തരും അശരണരുമാണെന്ന് നമുക്കറിയാമല്ലോ. അവർക്ക് ഈ ദുഃഖത്തെ മറികടക്കാൻ കാലത്തെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ പരമഭക്തിയായ ശിവപ്രിയയുടെ കാര്യത്തിൽ ഒരാനുകൂല്യം ഉണ്ടാവേണ്ടതല്ലേ? അത് അസംഭവ്യമാണ്. അവളുടെ ഭക്തിയുടെ പവിത്രത കൊണ്ട് അവളോട് തോന്നുന്ന വാത്സല്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു മൃദുഭാവം മാത്രമാണ് ഇപ്പൊ സൂചിപ്പിച്ചത്. പക്ഷേ പരമമായ സത്യം വിധിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഭൂമിയിലെ അവളുടെ കാലം അവസാനിക്കാറായിരിക്കുന്നു. ഇനിയും വ്യക്തമായി പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. എന്തോ സത്യതാണെങ്കിൽ കൂടി അത് ഉൾക്കൊള്ളാൻ മനസ്സനുവദിക്കാത്തതുപോലെ. അതൊരു കീറാമുട്ടി തന്നെയാണ്. ഭക്തിയുടെ തീവ്രത കൊണ്ട് മൃത്യുദേവം പോലും ആശങ്കയോടെ അവളിൽ നിന്ന് അകലം പാലിക്കുകയാണ്. പക്ഷേ അതവൾക്ക് ഗുണകരമായി തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്ഷുദ്രശക്തികൾ അത് മുതലാക്കി ആ പ്രാണനെ കുരുതി കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അതവളുടെ ആത്മമോക്ഷത്തിന് പോലും വിഘ്നമായി ഭവിക്കുമോ എന്നാണ് എന്റെ സംശയം. പരമവും പവിത്രവുമായ ഭക്തി കൊണ്ട് മൃത്യുവിനെ മറികടന്ന അനുഭവങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോ ആ ബാലികയുടെ ആയുസിൽ എനിക്കിനിയും പ്രതീക്ഷയുണ്ട്. തന്റെ ഭക്തയെ മൃത്യുവിന് വിട്ടുകൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ഈ ആശങ്കകൾക്ക് വിരാമമാകുമെന്ന് തോന്നുന്നു. പരമവും പവിത്രവുമായ ഭക്തിക്ക് മുന്നിൽ ആദിപരാശക്തിക്ക് പോലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു എന്നല്ലേ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അത് ഞാനായിട്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുകയല്ലല്ലോ. സത്യമതാണെന്ന് അങ്ങേക്കും അറിയില്ലേ? നമ്മുടെ മുന്നിൽ അതിന് ഉദാഹരണങ്ങളുണ്ട്. നിർമ്മലമായ ഭക്തിക്കും സ്നേഹത്തിനും മുന്നിൽ പ്രപഞ്ചശക്തി പോലും കീഴ്പ്പെട്ടുവെന്ന് വരാം. ആ കുഞ്ഞിന്റെ കാര്യത്തിലും എന്റെ ഏക പ്രതീക്ഷയും അതുതന്നെയാണ്. നേരത്തെ വന്ന 10 ഹാരത്തിന്റെ ഓർഡർ കൊടുക്കണമെങ്കിലേ ഇനിയും പൂ വേണമല്ലോ മോളെ. സുരേന്ദ്രൻ വന്നിട്ട് പൂ എടുത്താൽ മതിയോ? അപ്പോഴേക്കും കടയടച്ചു പോയാലോ? സുരേന്ദ്രൻ എന്താ കാണാത്തെന്നാ ഞാനും ആലോചിക്കുന്നത്. നേരത്തെ ഫോൺ വിളിച്ചിട്ട് എടുത്തതുമില്ല. ആ ബെല്ലുണ്ടല്ലോ, ഇപ്പോഴും ഫോൺ എടുക്കണില്ല. മോള് പരിഭ്രമിക്കണ്ട, സുരേന്ദ്രന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഫോൺ സൈലന്റിലും വല്ലതും ആയിരിക്കും. വീട്ടിലാകെ പ്രശ്നമാ ചേച്ചി. വീട്ടിലാ ഗഗൻ വന്നിട്ടുണ്ട്. അയാൾ അവിടെ കയറി താമസം തുടങ്ങാനുള്ള പ്ലാനാ. അതിന്റെ പേരില് അവിടെ അച്ഛനായിട്ട് ബഹളം നടക്കുക. ഈശ്വര, അവനൊടുക്കം പറഞ്ഞ പോലെ തന്നെ ചെയ്തോ. ഇനിയിപ്പോ എന്ത് ചെയ്യും മക്കളെ? ദേവൂട്ടി, നീ അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ വാ. ഇനിയിപ്പം ദേവൂട്ടി വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ല, അതിന് ദേവൂട്ടി വന്നിട്ട് എന്ത് ചെയ്യാനാ? അതൊന്നും ശരിയാവില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അയാൾ അവിടെ ആകെ സീനാക്കും ചേച്ചി. ചേച്ചിയെ വിളിച്ചോണ്ട് വരാൻ അമ്മ പറഞ്ഞോട്ടാ ഞങ്ങളെ. ദേവൂട്ടി ഇപ്പൊ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. തന്നെയല്ല, അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒരു ഓർഡറും ഉണ്ട്. പൂ എടുക്കുകയും വേണം. അതെ, അങ്ങനെ ചെയ് വിനോദേ.
ആദ്യം ഈ ഓർഡർ ഒന്ന് കൊടുത്തോട്ടെ, അത് കഴിഞ്ഞ് മോളങ്ങെത്തും. നിങ്ങൾ എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ ഗഗനെ ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അയാൾ കേൾക്കുന്നില്ല കുമാരേട്ടാ. അച്ഛനെ അയാൾ അവിടെ തടഞ്ഞു വെച്ചേക്കുവാ. ആ അത് സൂക്ഷിച്ചോണേ മക്കളെ. അവൻ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും നിങ്ങൾ അങ്ങോട്ട് പ്രശ്നത്തിനൊന്നും പോവരുത്. ശരി ചേച്ചി, വാ. എന്റെ ദേവി, എന്തൊക്കെ പരീക്ഷണം ഇത്. ഇനി ആ നെറിയിട്ടവനെ എന്തു പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടും.